ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃതലത്തിൽ ഉടലെടുത്തിരിക്കുന്ന അസംതൃപ്തിയും അഭിപ്രായ ഭിന്നതയുമാണ് താഴെത്തട്ടിലേക്ക് പാർട്ടിയുടെ പോഷക സംഘടനകളിലേക്ക് കൂടി പടർന്നിരിക്കുന്നത്. അതിന് കൃത്യമായ ഉദാഹരണമാണ് പരസ്യമായ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന്റെ ഈ പ്രതികരണം. സമൂഹ മാധ്യമത്തിൽ ഉന്നയിച്ചിരിക്കുന്ന കുറിപ്പിലൂടെയാണ് അലോഷ്യസ് സേവ്യർ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാലം അത്രയും വാദിച്ചതും ശബ്ദമുയർത്തിയതും തെരുവിൽ ചോര ഒഴുക്കുകയും കേസുകളിൽ പ്രതികളാകുകയും ചെയ്ത KSU പ്രവർത്തകർക്ക് വേണ്ടിയാണ്. അന്ന് പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാനായി ഫോണിൽ വിളിച്ച നേതാക്കന്മാർ ഇന്ന് പാർട്ടി പ്രവർത്തകരുടെ ആവശ്യങ്ങൾക്കായി വിളിക്കുമ്പോൾ ഇൻകമിങ് സ്വീകരിക്കാത്ത നിലയിലാണ്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അലോഷ്യസ് സേവ്യറുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് അലോഷ്യസ് സേവ്യർ വ്യക്തിപരമായും സർക്കാരിൻ്റെ തീരുമാനങ്ങളോട്, പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പല സീറ്റുകളിലേക്കും അലോഷ്യസ് സേവ്യറുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അതിനപ്പുറത്തേക്ക് അത് പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിന് രാഷ്ട്രീയമായ മറ്റു ചില കാരണങ്ങൾ ഉണ്ട്. അതിന് പിന്നാലെയാണ് ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമന വിവാദത്തിലും KSUവിനെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെയോ അർഹമായി പരിഗണിക്കാതെ എതിർചേരിയിൽ KSU പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ ഗവൺമെൻറ് ലോ കോളേജിൽ അടക്കം KSU പ്രവർത്തകർക്കെതിരായ അക്രമത്തിന് നേതൃത്വം നൽകിയ ജയോണ ജെയിംസിനെ, SFI നേതാവായ ജയോണ ജെയിംസിനെ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചത് എന്നാണ് അലോഷ്യസ് സേവ്യറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്ന അസ്വാരസ്യങ്ങൾ, മുറുമുറുപ്പുകൾ എത്ര കണ്ട് രൂക്ഷമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കുറിപ്പ്. വൈകാതെ KPCCയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. ആ KPCC നേതൃയോഗത്തിൽ സർക്കാരിനെതിരെ ഉയരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്നും ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ എന്ത് മാനദണ്ഡമാണ് പാലിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാകും. എന്തായാലും ഇത് ഒരു വശത്ത് ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുന്നു, മറുവശത്ത് നടപടികളുമായി സർക്കാർ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് ഏത് തരത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നതാണ് പാർട്ടി നേതൃത്വത്തിന് മുമ്പിലെ വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി KPCC നേതൃയോഗം ചേർന്ന് ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യെസ്, VD സതീശൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടത്തുന്ന നിയമനങ്ങൾ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ നിയമനങ്ങളിൽ പോലും പിഴവുകൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികളും ആക്ഷേപങ്ങളും പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ യുവ നേതാക്കളുടെ പരസ്യ പ്രതിഷേധങ്ങളെ അത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ കൂടി പ്രതിഷേധങ്ങളായി തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.